എവിടെയെല്ലാം മോഡി സന്ദർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു വിമാനത്താവളത്തിൻ്റെ പ്രോജക്റ്റ്, ഒരു പോർട്ടിൻ്റെ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു കൽക്കരിയുടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, വേറെ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഇതെല്ലാം അദാനിക്ക് കിട്ടിയിട്ടുണ്ട്. അദാനി എന്ന് പറയുന്നതും അംബാനി എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരാണ്. ഏറ്റവും വലിയ തമാശ, എന്തന്വേഷിച്ചാലും അദാനിക്കെതിരെ ക്ലീൻ ചിറ്റ്. ഏത് ഏജൻസി പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അദാനിയുടെ കാര്യത്തിൽ ഒരു ഫൈൻഡിങ്സും. അദാനി അവരുടെ കഴിവുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അവർ വളരട്ടെ, ലോകത്തെ അവർ നിയന്ത്രിക്കട്ടെ. പക്ഷെ മറ്റുള്ള ആളുകൾക്കും ജീവിക്കാനുള്ള സാഹചര്യം, നന്നായി ജീവിക്കാനുള്ള, നിലവാരത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനായി ജനിച്ച ഓരോരുത്തർക്കും ഉണ്ട്. അത് കവർന്നെടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നവരായി മാറുന്നത്. മാധവി ബുച്ച് എന്ന് പറയുന്ന ഇതിനു മുമ്പത്തെ ചെയർപേഴ്സൺ ഇരുന്നിട്ട് അവരുടെ നേരെ വലിയ അഴിമതികൾ അവരുടെ നേരെ വന്നു. പക്ഷേ ഒരു ചെറുവിരലനക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിക്കൊന്നും മാധവി ബുച്ചിൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാൻ പറ്റില്ല നിർമ്മല സീതാരാമന്. അതിനുള്ള ഗട്ട്സൊന്നും അത്രയൊന്നും നിർമ്മല സീതാരാമൻ ആയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് നടന്ന സംഭവമാണ്, ഈ രാജ്യത്ത് നടന്ന സംഭവമാണിത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള, മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. GST ഇളവ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കുന്ന രീതി, അനുഭവവേദ്യമാവുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റിനും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഏതോ വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഈ അദാനിക്ക് ആണവ നിലയങ്ങൾ പല കാര്യങ്ങളും തുടങ്ങുന്നു. സിമെന്റ് ഫാക്ടറി തുടങ്ങുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഒരു രൂപ ലീസിന്. ബീഹാറിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയാണെന്നുള്ള ഒരു റൈഡിങ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് അവിടെ ആ സ്ഥലം, അതിന് തൊട്ടടുത്ത് കുറേ പാവപ്പെട്ടവർ ചേരിയൊക്കെ ഇട്ട് വളരെ ദയനീയ സാഹചര്യത്തിൽ കഴിയുന്നു. അതിൻ്റെ അപ്പുറത്ത് 1 രൂപ ഒരു ഏക്കറിന് എന്നുള്ള നിലയ്ക്ക് 15,000 ഏക്കർ സ്ഥലം കണ്ട് അദാനിക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യമാണ്. പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയെല്ലാം മോഡി സന്ദർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു വിമാനത്താവളത്തിൻ്റെ പ്രോജക്റ്റ്, ഒരു പോർട്ടിൻ്റെ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു കൽക്കരിയുടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, വേറെ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഇതെല്ലാം അദാനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാത്ത ഒരു മോഡിയുടെ സന്ദർശനം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അത് കിട്ടിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഭരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഭരിക്കപ്പെടുന്നവരെ ടാക്സ് കൊണ്ട് പോയിട്ട് അദാനി അംബാനി പോലുള്ളവർക്ക് വേണ്ടി അതാണ് പ്രശ്നം. നമ്മളാര് കോർപ്പറേറ്റുകൾ ഉണ്ടാവരുതെന്നോ, കോർപ്പറേറ്റുകൾ വളരരുതെന്നോ, അവർ രാജ്യത്തിന് സംഭാവനയിൽ നിന്ന് ഒരു ഇക്കണോമിക്ക് സംഭാവന ചെയ്യുന്നില്ലെന്നോ ഒന്നുമല്ല വാദിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ 1% വരുന്ന അതിസമ്പന്നരായ ഈ റിച്ച് ക്ലാസിൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് 80%-അധികം സമ്പത്താണ്. 5% വരുന്ന റിച്ച് ക്ലാസിൻ്റെ കയ്യിൽ 90%-അധികം സമ്പത്ത് അവർ കൈയാളുകയാണ്. ഇതാണ് പ്രശ്നം. അല്ലാണ്ട് ആൾക്കാർ പലരും ചോദിക്കും നമ്മളെന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഇതിന് നിങ്ങൾക്കത്. ചില ആളുകളൊക്കെ എന്നോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അവർ വളർന്ന അവരുടെ കഴിവുകൊണ്ടില്ല, ആയിക്കോട്ടെ. പക്ഷെ മറ്റു മനുഷ്യരിവിടെ ഈ രാജ്യത്ത് ഉണ്ട്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ, സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ അതിഭീമമായ അസമത്വം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ അസമത്വം ഉണ്ടാകുന്നത് രാജ്യത്തെ അസ്ഥിരത പടർത്തും. ആഫ്രിക്കൻ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ ആഭ്യന്തര കലാപത്തിനും ആഭ്യന്തരമായ പ്രശ്നങ്ങളിലെല്ലാം ഈ നിദാനമായി വരുന്ന ഈ സമീപനമാണ്, ഈ രാഷ്ട്രീയ സമീപനമാണ്, ഈ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എടുക്കുന്ന ഈ സമീപനമാണ് ഒരു രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും ഈക്വലാക്കാനല്ല, ഞാനും ആദരയും ഒരേ രീതിയിൽ ഈക്വലാവാനല്ല പറയുന്നത്. പക്ഷെ സമാനമായ ഏറെക്കുറെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് രാജ്യത്തെ ഒരു 10-40% ആളുകൾക്ക് ഇല്ലാത്ത അതിദരിദ്രമായ എക്സ്ട്രീംലി പൂറായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ
ഇത്രയും വലിയ അതിസമ്പന്നരും ഉണ്ടാവുന്നു. ഇപ്പോൾ ചൈനയിൽ അതിസമ്പന്നരുണ്ട്, പക്ഷെ ചൈനയിൽ എക്സ്ട്രീം പോവർട്ടി ഇല്ല. അതാണ് ആ വ്യത്യാസമാണ് നമ്മുടെ രാജ്യത്ത്. അതാണ് നമ്മൾ വാദിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും അംബാനി അദാനി അവരുടെ കഴിവുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അവർ വളരട്ടെ, ലോകത്തെ അവർ നിയന്ത്രിക്കട്ടെ. പക്ഷെ മറ്റുള്ള ആളുകൾക്കും ജീവിക്കാനുള്ള സാഹചര്യം, നന്നായി ജീവിക്കാനുള്ള, നിലവാരത്തോടു കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനായി ജനിച്ച ഓരോരുത്തർക്കും ഉണ്ട്. അത് കവർന്നെടുക്കുമ്പോഴാണ് നമ്മളതിനെ ചോദ്യം ചെയ്യുന്നവരായി മാറുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ രാജ്യത്തെ മയക്കുമരുന്ന് ബിസിനസ് ഭയങ്കരമായിട്ട് വരുന്നു. രാസലഹരി, MDMA അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ എടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വൻ രീതിയിലുള്ളൊരു കുതിപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനം അതിഭീകരമായ അതിൻ്റെ കെടുതികൾ നേരിടുകയാണ്. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ്, MDMA ഇതൊക്കെ ആയിട്ട് കുട്ടികളെ വരെ പിടിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നത്. എത്രയോ ഭയാനകമായ സ്ഥിതിയാണ്. ഇതിൻ്റെ പേരിലാണ് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് സംഭവം കണ്ടു ഇല്ലേ? അതുപോലെ ട്രെയിനിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവുന്ന അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെ അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യം നേരിടുന്ന, നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നമാണ്. നമ്മൾ ആലോചിക്കുക, ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇത്രയധികം മയക്കുമരുന്ന് കടന്നു വരുന്നത്? ആ മയക്കുമരുന്ന് കടന്നു വരുന്നതിൻ്റെ സോഴ്സ് എവിടെയാണ്? ഇത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, പലതും പുറം രാജ്യങ്ങളിൽ. ഇപ്പോൾ ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ അമേരിക്ക, പ്രസിഡന്റ് ട്രംപ് വളരെ കർശനമായ നിലപാടെടുക്കുന്ന, അമേരിക്കക്കകത്തേക്ക് ഇത് വരുന്നത് മറ്റ് റൂട്ടുകളിലൂടെ മെക്സിക്കോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ തുറമുഖങ്ങളിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട് ആരുടെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ്. അദാനി പോർട്സ് ആണ് അതിൻ്റെ ഉടമസ്ഥർ, അത് നിയന്ത്രിക്കുന്നത്. മുന്ദ്ര പോർട്സ് വഴി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് അന്നത്തെ രാജ്യാന്തര മാർക്കറ്റിലെ വില അനുസരിച്ച് 8,000 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് അവിടെ പിടിച്ചു മുന്ദ്ര പോർട്ടിൽ നിന്ന്. ആ പോർട്ടിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിൻ്റെ കേസ് പിന്നെ എവിടെ എത്തി, എങ്ങനെ എത്തി എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരാൾക്കും അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അതിനെക്കുറിച്ച് ഇന്ത്യയുടെ വിവിധ അന്വേഷണ ഏജൻസികൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മുന്ദ്ര പോർട്ട് അധികൃതർക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളുടെ തുറമുഖത്തിന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കും ഇതിനകത്തില്ല, ഞങ്ങളുടെ അറിവോ പങ്കാളിത്തമോ ഒന്നും ഈ കാര്യത്തിലില്ല എന്ന് പറഞ്ഞൊരു മറുപടിയും കൊടുത്തു, തീർന്നു. ഇനി ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഗൗതം അദാനിയാണ്. അത് കഴിഞ്ഞ മാധവി ബുച്ച് എന്ന് പറയുന്ന ഇതിന് മുമ്പത്തെ ചെയർപേഴ്സൺ ഇരുന്നിട്ട് അവരുടെ നേരെ വലിയ അഴിമതികൾ അവരുടെ നേരെ വന്നു. പക്ഷേ ഒരു ചെറുവിരലനക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിക്കൊന്നും മാധവി ബുച്ചിൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാൻ പറ്റില്ല നിർമ്മല സീതാരാമന്. അതിനുള്ള ഗട്ട്സൊന്നും അത്രയൊന്നും നിർമ്മല സീതാരാമൻ ആയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഈ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. ഇത്രയധികം അഴിമതികൾ ധനകാര്യ വകുപ്പിന്റെ കീഴിൽ നടന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല. ചെറുവിരൽ അനക്കാൻ നിർമ്മല സീതാരാമൻ എന്നല്ല ആർക്കും കഴിയില്ല. അവരുടെ ടേം പൂർത്തീകരിക്കുന്നവരെ അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഇത്ര വലിയ ആരോപണം. ഹിൻഡൻബർഗ് അടക്കം പല കാര്യങ്ങളും കൊണ്ടുവന്നു. അവർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നുകൊണ്ട് അനധികൃതമായി ഓഹരി വിപണിയിൽ ഇടപെട്ടതും അവരുടെ ഭർത്താവ് മുഖേന കമ്മീഷനടക്കമുള്ള കാര്യങ്ങൾ കൈപ്പറ്റി, ഇതൊക്കെ തെളിവ് സഹിതം അവർ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ അവർ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നു. മാത്രമല്ല അവർ കൺസൾട്ട് ചെയ്തിരുന്നത് പോലും അദാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളുകളുമായിട്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, പല തീരുമാനങ്ങളും എടുക്കുന്ന കാര്യത്തിൽ അതുവരെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? അപ്പം അദാനി എന്ന് പറയുന്നതും അംബാനി എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരാണ്. അവരെ തൊടാനോ ഒന്നും നമുക്ക് കഴിയില്ല. പക്ഷേ ഈ നർക്കോട്ടിക്സ് പോലെയുള്ള രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഇത്ര വലിയ കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്, അതിനകത്ത് അദാനിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളാരും പറയുന്നില്ല.
പക്ഷെ മുന്ദ്ര പോർട്ട് വഴി വന്ന 8,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചതിൻ്റെ അന്വേഷണം എവിടെ എത്തി? എന്താണ് അതിനകത്ത് ഫൈൻഡിങ്സ്? എവിടെ പോയി ആ കേസ്? ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്തിനാ ഈ എയർപോർട്ടും തുറമുഖം പോലുള്ള കാര്യങ്ങൾ ഇത്ര വലിയ ഇതായിട്ട്? അതൊന്നും വലിയ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സുകളൊന്നുമല്ല. അത് മനസ്സിലാക്കണം. മനസ്സിലല്ലേ? കോടാനുകോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് വേറെ ഉണ്ട്. പക്ഷെ അത് ഇതിനകത്ത് ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ മുതൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഈ സ്വകാര്യ പോർട്ടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതെല്ലാം ഈ രാജ്യത്തേക്ക് വരുന്നതിൻ്റെ ഒരു കവാടമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി ലളിതയുക്തി ഉപയോഗിച്ചുകൊണ്ട് അവരൊന്നും അങ്ങനെ ചെയ്യില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവരൊക്കെ അതിന് കേൾവി കേട്ട പല ആളുകളോട്. അതാണ് ഇതിനകത്ത് ഒരു ഫ്രോഡ് എലിമെൻറ്റ്. ഇപ്പോൾ ഫ്രോഡ് കമ്പനികൾ, അത് ഷെൽ കമ്പനികൾ രൂപീകരിച്ചെടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ പുറത്തു വന്നു. ഒരു അന്വേഷണവും ഇല്ല. എല്ലാ അന്വേഷണങ്ങളും, അതാണ് രസം. ഏറ്റവും വലിയ തമാശ, എന്തന്വേഷിച്ചാലും അദാനിക്കെതിരെ ക്ലീൻ ചിറ്റാണ്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകോത്തര രാജ്യങ്ങളിൽ നിന്നും ഇതേപോലുള്ള ഓരോരോ റിപ്പോർട്ടുകൾ വരിക, അദാനിക്കെതിരെ അവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ശബ്ദവും ഉയരുന്നില്ല. അങ്ങനെ ശബ്ദിക്കാൻ കഴിവുള്ള മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ ഇന്ന് ഇന്ത്യയിലില്ല. അത് അവിതർക്കിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരെ, വളരെ കുറച്ച് ആൾക്കാർ വയറ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കുറച്ച് സ്ഥാപനങ്ങളാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അവരെ തന്നെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് എത്രയാണെന്നറിയാം. പ്രബീർ പുൽക്കായത്തെ പോലുള്ള ജേർണലിസ്റ്റുകളെയൊക്കെ പിടിച്ച് അടുത്തിട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ശരിയായ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നവരെ അപ്പം തന്നെ പൂട്ടിക്കുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ അദാനി കൊണ്ടുവന്നൊരു വലിയ ബിസിനസ് മോഡലുണ്ട്. സിമൻറ്റ് രംഗത്ത് ഒരു വലിയ, ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സിമൻറ്റ് രംഗത്ത് ഒരു പ്രമുഖ കമ്പനി അദാനി ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ താല്പര്യം പ്രകടിപ്പിക്കാതെ നിന്നു. അങ്ങനെയൊക്കെ അതെ. ആ സമയത്ത് ആ കമ്പനിക്കകത്ത് വലിയ റെയ്ഡാണ്. ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി കണ്ടെത്തി. CBIയും ആദായ നികുതി വകുപ്പും ED ഒക്കെ ആ കമ്പനി അന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 25,000 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തുകയാണ്. അവസാനം എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും തേച്ച് വെച്ച് കളയുക. എന്താ കണ്ടീഷൻ? എന്താ? അദാനിക്ക് ഞങ്ങൾ പറയണ വിലയ്ക്ക് കമ്പനി വിറ്റേക്കും. അദാനിക്ക് വിറ്റു. അതിനുശേഷം പിന്നെ 25,000 കോടിയുടെ ഒന്നുമില്ല. ഇത് പിന്നെ കഴിഞ്ഞല്ലോ. ഇത് നടന്ന സംഭവമാണ്, ഈ രാജ്യത്ത് നടന്ന സംഭവമാണിത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ 1-2 ദിവസം ആ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്നും വരില്ല. ഏത് അന്വേഷണം നടത്തിയാലും, ഏത് ഏജൻസി, ED ആവട്ടെ റോയ് ആവട്ടെ, ഏത് ഏജൻസി പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അദാനിയുടെ കാര്യത്തിൽ ഒരു ഫൈൻഡിങ്സും ഇല്ല. എല്ലാം പ്രോപ്പറായിട്ടാണ് പോകുന്നത്. ഒരു ബിസിനസ്സിലും ഒരു തരത്തിലുള്ള അനോമലി ഇല്ല. ഒരു പ്രശ്നവും ഞങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ക്ലീൻ ചിറ്റാണ്. അതവരിവിടെ പിടിച്ചു മുറുക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പിൻബലം കൊണ്ട് തന്നെ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഈ കൽക്കരിയുടെ കാര്യത്തിൽ ഞാൻ ഏത് ഏജൻസി ആരാണത് പുറത്ത് കൊണ്ടുവന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നിരവധി റിപ്പോർട്ടുകൾ ഞാൻ അതിനകത്ത് വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ഈ കൽക്കരിയുടെ കാര്യത്തിൽ ഓവർ ഇൻവോയ്സിങ് നടത്തിയിട്ടുള്ള ഭീമമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയിലെ സാധാരണക്കാരനല്ലേ അത് പേ ചെയ്യേണ്ടത്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ആരാണ് കൊടുക്കേണ്ടത്? സാധാരണക്കാരൻ. അപ്പോൾ താപവൈദ്യുതിയിലെടുത്തിന് യൂണിറ്റിൻ്റെ വില കൽക്കരിയുടെ വില അനുസരിച്ച് കയറിക്കൊണ്ടിരിക്കും. അത് സാധാരണക്കാരൻ പോക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം അംബാനിയും അദാനിയും ചെയ്യും. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്. അതിനെ ചോദിച്ചതിൻ്റെ ഒരു പൊരുളതാണ്. കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങളെയൊന്നും ബാധിക്കുന്ന അവരെന്തെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം ചെയ്യണം. വൈദ്യുതി ചാർജ് കൂടുന്നത് ഇതല്ലേ. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെടുക്കുക, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വന്ന GST ഇളവ്, ആർക്കാണ് GST ഇളവ് കിട്ടിയേക്കണത്? വൻ ശക്തികൾക്ക് തന്നെ കിട്ടിയത്.
അല്ല, സാധാരണക്കാർക്ക് എന്ത് കുറവാണ്? രണ്ടോ മൂന്നോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഏതെങ്കിലും 1-2 പ്രോഡക്റ്റിൻ്റെ വില അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കുക, എല്ലാം പഴയതിനേക്കാൾ കൂടുതൽ വിലയിലേക്ക് എത്തി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്, വെറുതെ ഇരുന്നുകൊണ്ട് പറയല്ല. ആര് വന്നാലും വെല്ലുവിളിക്കാനും സംസാരിക്കാനും ആ വിഷയത്തിൽ തർക്കിക്കാനും തയ്യാറാണ്. ആദ്യം കുറച്ചു എന്ന് പറയുന്ന ഒരു GST അത് വെറും പൊള്ളയാണ്. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം, ഒരു പോപ്പുലർ സോപ്പിൻ്റെ 3 സോപ്പ് അടങ്ങുന്ന ഒരു പാക്കറ്റിൻ്റെ വില 105 രൂപയായിരുന്നു GST ഇളവ് വരുന്നതിന് മുമ്പ്. GST ഇളവ് വന്നപ്പോൾ കുറച്ച് ദിവസം അതിനെന്തോ ഒരു ചെറിയ കുറവിൽ കിട്ടി. ഇപ്പോൾ അതേ ബ്രാൻഡ് ആ 3 സോപ്പിൻ്റെ വില 135 രൂപയാണ്. ഞാൻ ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയണില്ല. അതുപോലെ വേറൊരു ആരോഗ്യപാനീയം, പേര് പറയണത് ശരിയല്ല, വേണമെങ്കിൽ തർക്കം വരുമ്പോൾ നമുക്ക് പേര് പറഞ്ഞ് തർക്കിക്കാം. അതിന് ഇതുപോലെ തന്നെ 500 ഗ്രാമിൻ്റെ പാക്കറ്റിൽ, ആ പാക്കറ്റിനകത്ത് 50 ഗ്രാം എക്സ്ട്രാ ഉണ്ടായിരുന്നു നേരത്തെ GST വരുന്നതിന് മുമ്പ്. ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഇപ്പം 50 ഗ്രാം പിൻവലിച്ചു, 500 ഗ്രാം മാത്രമേ ഉള്ളൂ, വില കൂട്ടുകയും ചെയ്തു. ഇതാണ് GST വന്നിട്ടുണ്ടായ ഇളവ്. അപ്പം GST ഇളവ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റിനും ഉണ്ടായിട്ടില്ല. അഥവാ കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ, ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നൊബേൽ സമ്മാനം കിട്ടിയ, സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയൊരു പഠനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നൊബേൽ സമ്മാനം കിട്ടിയ അദ്ദേഹം കണ്ടെത്തൽ എന്തായിരുന്നു അറിയാമോ? ഗവൺമെൻറ്റിൻ്റെ പല ഡിസിഷൻസും ജനങ്ങളിലേക്ക് എത്തിക്കാതെ മറികടക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തി ഈ കോർപ്പറേറ്റുകൾ ആർജിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷനെ മറികടക്കാനുള്ള കുതന്ത്രങ്ങൾ ഇത്തരം കമ്പനികൾക്കും വലിയ ശക്തികൾക്കും സാമ്പത്തിക ശക്തികൾക്കും കഴിയുന്നുണ്ടെന്നുള്ളൊരു ഒരു പഠനത്തിനാണ് ആ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഗവൺമെൻറ് ഒന്ന് പറയും, അത് നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പോപ്പുലർ ഡിസിഷൻ എടുത്തോ, ഞങ്ങളിവിടെ നടപ്പാക്കുന്നത് വേറെ ആയിരിക്കുന്നുള്ളൂ, ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ആ നെക്സസ് നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നമാണത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും നടക്കുന്ന കാര്യമുണ്ട്. നമ്മളിപ്പോൾ വിഷയം അദാനി സംബന്ധമാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് പ്രശ്നം, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിസമ്പന്നരായ ആളുകൾ ലോകത്ത് ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു തിയറി പോലും ഉണ്ട്, പോലും ഉണ്ട്. അതായിക്കോട്ടെ, അതിനും നമ്മളാരും എതിരില്ല. അതിസമ്പന്നരായ ആളുകൾ ഉണ്ടാവുകയോ അവരുടെ കഴിവുകൊണ്ട് അവർ നേടുകയോ, അവർ ട്രില്യണയറോ ബില്യണയറോ ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ സാധാരണക്കാരനും താഴേക്കിടയിലുള്ള ആളുകൾക്കും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നവർക്കും ജീവിക്കാൻ കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയും എന്നുള്ളൊരു ബോധ്യമാണ് പ്രശ്നം. അതിനെ മറികടന്നുകൊണ്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ നെക്സസിനും നിലനിൽക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് ഇത് പൊളിച്ചെഴുതേണ്ടതായിട്ട് തന്നെ വരും. അത് അങ്ങനെയാണ് നമ്മുടെ അതെങ്ങനെയാണ് മാറ്റത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ സ്വാഭാവികമായ അതിന് പല ടേൺ ഉണ്ടാവാം. എങ്ങനെയായിരിക്കും അത് മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ സിവിൽ വാറുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു വഴി അവിടെ വേറെ കിടപ്പുണ്ട്. അത് പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. വേറെ രീതിയിലുള്ള ലോകത്ത് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇത് പൂറസ്റ്റ് ഓഫ് ദ പൂവറും എന്ന് പറയുന്നൊരു സംഭവം ലോകത്ത് എപ്പോഴും വല്ലാതെ വർദ്ധിച്ചു വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ എക്സ്ട്രീം പൂവറായിട്ടുള്ള ആളുകളുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും അതിസമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു എന്നുള്ളതും ആ സാമ്പത്തിക സമസ്യ നൽകുന്ന ഉത്തരം ലോകത്തിൻ്റെ ഭാവിക്ക് നല്ലതല്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നന്ദി സാർ. ഇത്രയും നേരം നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടാണെങ്കിലും രാജ്യത്ത് നടക്കുന്ന പല രീതിയിലുള്ള കൊള്ളകളെ പറ്റിയിട്ടാണെങ്കിലും
ഒരു സാമ്പത്തിക നിരീക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതിനെ നിരീക്ഷിക്കുകയും അതിനെപ്പറ്റി ഇത്രയും നേരം നമ്മളോട് പറഞ്ഞു തന്നു. നന്ദി. താങ്ക് യു.